ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. 2-3 ദിവസമായിട്ട് കേരളത്തിലാകമാനം ചർച്ചയിൽ പൊടിപിടിക്കുന്നൊരു വിഷയമാണ് പഠിപ്പിച്ച അധ്യാപകരുടെ വാദം കഴിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ 2-3 ദിവസമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിലൊരു തെറ്റ്? തനിക്ക് വിദ്യ ഉപദേശിച്ചു തന്ന, അല്ലെങ്കിൽ തനിക്ക് ജീവിതമാർഗം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു തരുന്നയാളെ പൂജിക്കുന്നതിലെന്താ തെറ്റ്? അറിവാണ് വിദ്യ. ആ അറിവ് ജീവിതത്തിൽ അങ്ങോളം നിലനിൽക്കുന്നത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടായിരിക്കും. അത് ഗുരുവിനെ അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എല്ലാവരെയും അല്ല പറയുന്നത്, ചുരുക്കം ചില ആൾക്കാരെ പറയുന്നു. ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്കേ അത് അറിയാൻ സാധിക്കും. കാരണം അവരുടെ കുടുംബ പശ്ചാത്തലം, ജനിച്ചു വളർന്ന ജീവിത രീതി അനുസരിച്ചായിരിക്കും ഗുരു അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർക്ക് ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. ഈ രാജ്യം തന്നെ നോക്കുക, ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നൊരു രാഷ്ട്രമാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ഭരണം നടത്തിയ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. ഗുരുക്കന്മാരെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈശ്വരന് പോലും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സംസ്കാരവും. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം, ഗുരുവിനെ പൂജിക്കുക, ഗുരുവാദ സേവ ചെയ്യുക, അതൊരു മഹത്തരമായ സംസ്കാരമാണ്. ലോകത്തെങ്ങും അതില്ല. അങ്ങനെയുള്ള സംസ്കാരം നിലനിൽക്കുന്നതുകൊണ്ടാണ് സനാതനം എന്ന് പറയുന്നത്. ഇവിടെ പഠിപ്പിച്ച അധ്യാപകനോ അല്ലെങ്കിൽ ടീച്ചറെയോ ബഹുമാനിക്കുന്നത്, ആദരവ് കൊടുക്കുന്നതിൽ യാതൊരുവിധ തെറ്റില്ല. അതിനെ ഒരു ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു കാരണവും ഇല്ല. വെറുതെ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് അത് തരം താഴ്ന്നു പോകരുത്. കാരണം ഗുരുക്കന്മാർക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്ത് പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഫലം ചെന്ന് ചേരും എന്നുള്ളതാണ്. ഒരു വിവാദമാക്കാതിരിക്കുക. സർവം ഗുരുപാദുക പൂജയാമി എന്ന് പറയുന്നു നമ്മളല്ലേ. പലതരത്തിൽ പോലും ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു എന്ന് തുടങ്ങുന്നതുകൊണ്ട് പരമ്പര, ജന്മം എടുത്ത ജാതിയോ പരമ്പരയോ അതിൽ പെടുന്ന ഗുരു സമ്പ്രദായങ്ങളുണ്ട്. വിശ്വത്തെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നുള്ള, വിശ്വത്തിൻ്റെ ഗുരുവാണ് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ. എന്തു തന്നെ ആയിക്കോട്ടെ, എങ്കിലും ഒരു മഹത്തായ സംസ്കാരമാണ്. അതിനെ അധിക്ഷേപിക്കാതിരിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ. സർവൈശ്വര്യവൃത്തിയും കരുനീരിയമ്മേ സർവ്വപടിമാനമക്കൾ നൽകുമാറാകട്ടെ. ഓം നമഃ ശിവായ. പഞ്ചഭൂതരായ വേദാധിപതയെ നമഃ.